ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 11 അധ്യായം 29 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. യോനയുടെ അടയാളം. സോളമന്റെ വിജ്ഞാനം ശ്രവിക്കുന്നതിന് ദക്ഷിണദേശത്തു നിന്ന് വന്ന ഷേബാരാജ്ഞിയെക്കുറിച്ചുള്ള സൂചനകൾ നൽകിക്കൊണ്ട് നിനവയുടെ മാനസാന്തരത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച യോനാ പ്രവാചകനെന്ന വലിയ അടയാളത്തിലൂടെ നമ്മുടെ വിശ്വാസ ജീവിതങ്ങളെ ചോദ്യം ചെയ്യുന്ന ക്രിസ്തുവിനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുക. നിനവെ നിവാസികൾക്ക് യോന മാനസാന്തരത്തിനായി എപ്രകാരം ഒരു അടയാളമായി വർത്തിച്ചുവോ, അപ്രകാരം ഇസ്രായേൽ ജനത്തിന് മാനസാന്തരത്തിനായി ക്രിസ്തുവാകുന്ന ദൈവം തന്നെ അടയാളമായി നിലനിൽക്കുന്നുവെന്ന് അവിടുന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. ഈശോയുടെ പരസ്യകാല ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കരുണയുടെയും സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും സമാധാനത്തിൻ്റെയും ലളിതമായ പദങ്ങൾ മാത്രമല്ല അവിടുന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ തിരഞ്ഞു വരുന്ന ജനത്തെ നോക്കി അവിടുന്ന് അരുളി ചെയ്തത് ഇപ്രകാരമാണ്: ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഹൃദയത്തെ ഭാരപ്പെടുത്തുവാനും ചിന്തകളെ കീറിമുറിക്കുവാനും പാകത്തിനുള്ള ഇത്തരം പദങ്ങളിലൂടെ എത്ര നൊമ്പരത്തോടുകൂടെയാണ് ക്രിസ്തു സംസാരിക്കുന്നത് എന്ന് ഇന്നത്തെ സുവിശേഷം നമുക്ക് അടയാളം നൽകുന്നുണ്ട്. എന്തിനാണ് ഈ വിശ്വാസ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമെന്ന് അവിടുന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 1 കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനം 14 അധ്യായം 22 വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭാഷാപരവുമായി ബന്ധപ്പെട്ട ഒരു വചനം കടന്നു പോകുന്നത് ഇപ്രകാരമാണ്: ഭാഷാപരം വിശ്വാസികൾക്കുള്ളതല്ല, അവിശ്വാസികൾക്കുള്ള അടയാളമാണ്. അതുപോലെ അപ്പോസ്തല പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നതും അത്ഭുതകരമാവണ്ണം കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്ന് പൗലോസ് അപ്പോസ്തലൻ പുറത്തു വരുന്നത് കാവൽക്കാരനും കുടുംബത്തിനും വിശ്വാസ ജീവിതത്തിലേക്കും മാനസാന്തരത്തിലേക്കുമുള്ള വലിയ അടയാളമായി ഭവിച്ചു. അടയാളങ്ങളും അത്ഭുതങ്ങളും വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കും മാനസാന്തരം അനിവാര്യതയുള്ളവർക്കും വേണ്ടി മാത്രമുള്ളതാണ്. വിശ്വാസികളെന്ന പുറംപൊടിയിൽ കടന്നു പോകുമ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങൾക്കും പുറകെ നെട്ടോട്ടമോടുന്നുണ്ടോ എങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ നാം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തിനു പുറകിലാണ് ഈ നെട്ടോട്ടങ്ങൾ മുഴുവനും? ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: അക്കാലത്ത് ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ യേശു അരുളി ചെയ്തു. തൻ്റെ കൺമുൻപിൽ നിൽക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ ധാരാളിത്വത്തിൽ കണ്ണു മഞ്ഞളിച്ചു പോകുന്ന ക്രിസ്തുവിനെ അല്ല ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക. മറിച്ച് എന്തിന് ഇവർ തൻ്റെ പുറകിലൂടെ കടന്നു വരുന്നുവെന്ന ചിന്തയിലൂടെ കടന്നു പോകുന്ന ക്രിസ്തുവിനെയാണ് നാം കണ്ടുമുട്ടുക. മുൻപിലുള്ള ജനക്കൂട്ടങ്ങളുടെ ധാരാളിത്വം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഞാൻ ഈ കടന്നു ചെല്ലുന്ന ഇടങ്ങളും നടന്നു നീങ്ങുന്ന പാതകളിലും ക്രിസ്തുവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും അന്വേഷിച്ച് മാത്രം കടന്നു പോകുന്ന ഒരു ശരാശരി വിശ്വാസിക്ക് താഴെ അധംപതിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസ ജീവിതം അടയാളങ്ങളും അത്ഭുതങ്ങളും മാത്രം അന്വേഷിച്ച് കടന്നു പോകുന്നതാണോ? അതിനു വേണ്ടിയിട്ടുള്ളതല്ല ഈ ജീവിതമെന്ന് അവിടുന്ന് നമ്മെ നോക്കി ഭാരപ്പെടുന്നു. ഈ തപസ് കാലത്തിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ആത്മശോധന ചെയ്യാം. എൻ്റെ വിശ്വാസവും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആത്മീയതയുമൊക്കെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടി മാത്രമാണോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.